ഹലോ ഗെയ്സ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും നമ്മുടെ വീട്ടിൽ അബിയു ആദ്യമായിട്ട് നമ്മൾ വെച്ച അബിയു തൈയിൽ കായ പിടിച്ചേ. അതാണ് കാണിക്കാൻ പോകുന്നത് ഗെയ്സ്. ഇതാണ് നമ്മൾ വെച്ച അബിയു. നമ്മൾ വെച്ചിട്ടിപ്പം 2 വർഷം ആയെന്ന് തോന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാൻ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇതിനകത്ത് കണ്ടോ, അബിയുടെ കാ പിടിച്ചു. പച്ച കളറാണ്, പഴുത്തില്ല. ഓക്കെ, നമ്മൾ അതുപോലെ ഇവിടെ കാണാം അബിയു. നമ്മൾ തൊടുന്നില്ല. ഓക്കെ, അബിയുണ്ട്, ഇനിയുണ്ട് അബിയുള്ളത്. ഇവിടെയുണ്ട് താഴെ അബിയു പിടിച്ചു. ഇവർ അബിയു പിടിച്ച് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അബിയു എപ്പോഴും ഈ തടിയിലാട്ടോ പിടിക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മരത്തിൻ്റെ ഈ കൂമ്പിലായിരിക്കും പിടിക്കുകയെന്നാണ്. ഇലയൊക്കെ ഉണ്ടാകുന്നത് പോലെ. അതേപോലെ ഇതിനകത്ത് ഒത്തിരി പൂവുണ്ട് കേട്ടോ, പൂ വിരിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇത് പൂവാണ് അബിയുടെ. അപ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷം. നമ്മൾ വെച്ചിട്ടൊരു തൈയിൽ നമുക്ക് കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും, ഇവിടെ കണ്ടോ, ഇവിടേക്ക് ഉണ്ടേ, നമുക്ക് കഴിക്കാൻ കിട്ടിയില്ല, നമ്മൾ വെച്ച തൈയിനകത്തൊരു കായ പിടിച്ചൊരു ഫലം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ആ സന്തോഷത്തിലാണ്. ഇവിടെയൊക്കെ ഉണ്ട്, കായുണ്ട് അബിയു. ഇവിടെയൊക്കെ ഉണ്ടോ അബിയുടെ പൂവുണ്ട്. ഇത് അബിയുടെ പൂവാണ് കേട്ടോ. അബിയുടെ പൂ ഒരു കുഞ്ഞി പൂവാണേ. നമ്മളങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒത്തിരി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം അബിയുടെ പൂവുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സന്തോഷമുള്ള കാഴ്ചയാണ്. നമ്മൾ ഒരു അവക്കാഡോയുടെ തൈ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവക്കാഡോ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് ഒത്തിരിയായി, പക്ഷേ അതിൽ കായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാവേ. പക്ഷേ അതിനകത്ത് ഇപ്പോൾ പ്രാവശ്യം പൂ പിടിച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാവേ ഗേസ്. ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന അവക്കാഡോ കേട്ടോ, ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത്. ഈ ഇത്രയും വലിയ മരമായി. നമ്മളൊരു ചെറിയ തൈ വെച്ചാണ്. പക്ഷേ അവർ 2 വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തൈ വാങ്ങിച്ചത്, ബെഡ്. പക്ഷേ അതൊന്നും പിടിച്ചില്ല. ഇങ്ങനെ പൂവ് ഞങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ മരത്തിൻ്റെ മേലെ ഇത് പൂവാണേ, ഫ്ലവർ. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് നമ്മൾ കായ ഈ വർഷം എന്തായാലും കായ പിടിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അറ്റ്ലീസ്റ്റ് പൂവെങ്കിലും കണ്ടല്ലോ. നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും ആദ്യം നോക്കുന്നത് ഈ മരത്തിൽ വല്ല പൂ പിടിച്ചോ കായ പിടിച്ചോ എന്നാണ്. കാരണം അത്രയും നമ്മൾ ഇഷ്ടത്തോടെ വാങ്ങിച്ചു വെച്ചൊരു തൈയാണിത്. അതേപോലെ ഉണ്ടോ, നമ്മുടെ തെങ്ങിലെല്ലാം തേങ്ങ പിടിച്ചു. പിന്നെ സന്തോഷമുള്ള കാര്യം, നമ്മുടെ ചക്ക ഉണ്ടോ, നമ്മുടെ പ്ലാവിൽ നമ്മൾ മസ്കറ്റിലാതെ നമുക്ക് കഴിക്കാൻ കിട്ടാറില്ലെങ്കിലും നമ്മുടെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഇതിലെല്ലാം ചക്കയുണ്ട് കണ്ടോ, ഇതെല്ലാം ചക്കയുണ്ട്. പ്ലാവിൽ എല്ലാ സ്ഥലത്തും ചക്ക പിടിച്ചിട്ടുണ്ട്. നല്ല ചക്കയത്, ടേസ്റ്റുള്ള ചക്ക കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു പ്രാവശ്യം നമുക്കൊരു പഴുത്ത ചക്ക കിട്ടിയായിരുന്നു നമുക്ക് കഴിക്കാൻ. ഒറ്റ പ്രാവശ്യം കിട്ടിയുള്ളൂ. ഒരു ചക്ക മാത്രമേ നമുക്ക് പഴുത്ത കഴിക്കാൻ കിട്ടിയുള്ളൂ. നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. ഇവിടെ വേറൊരു തൈയുണ്ട് നമ്മുടെ. ഇത് നിങ്ങൾക്ക് അറിയുമോ അറിയത്തില്ല. ഇത് പല ആളുകൾക്ക് അറിയായിരിക്കും. ഇതിൻ്റെ പേരാണ് മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ ഫ്രൂട്ട് ഇപ്പം നമ്മുടെ എല്ലാം ഇതിൽ കായ ഉണ്ടായിരുന്നു. പക്ഷേ കായ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത് ചെറിയ കായൊന്ന് പഴുത്ത് വരുമ്പോഴേക്ക് എല്ലാ കിളികളും കൊത്തിയിട്ട് പോകും കേട്ടോ. ഇതിൽ കണ്ടാൽ അറിയാം. ഇതാണതിൻ്റെ, ഇങ്ങനെ സൂം ചെയ്ത് ഞാൻ കാണിക്കാവേ. ഇതതിൻ്റെ പൂവാണ്. പൂവ് കായ പിടിക്കുന്നതാണ്. അതിൻ്റെ ചെറിയ കായ ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിൽ പഴുത്ത കായ ഉള്ളത് മൊത്തം ഈ കിളികൾ കൊണ്ടുപോകും കണ്ടോ. ഇതിന് ചെറിയ കായ ഇതിന് കണ്ടില്ലേ, ചെറിയ കായ. ഇത് ചെറിയൊരു പഴണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം കഴിച്ച് നിങ്ങൾ ഇനി എത്ര പുളിയുള്ള സാധനം കഴിച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ, ഇതിനകത്തുണ്ട് ചെറിയ കായുണ്ട്, കാണുന്നുണ്ടോ. നിങ്ങളിനി എത്ര പുളിയുള്ള സാധനം കഴിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കത് മധുരമായിട്ട് ഫീൽ ചെയ്യും. നമ്മളിപ്പം ഇതിങ്ങനെ പഴുക്കുന്നതെല്ലാം നമ്മളെ കിളികൾ കൊത്തിയിട്ട് പോകും. അത് കാരണം നമ്മളിത് എന്ത് ചെയ്തു, എടുത്ത് പഴുത്ത ഉടനെ നമ്മൾ പറിച്ചിട്ട്, നമുക്കൊരു ഇപ്രാവശ്യം 4-5 കായ കിട്ടിയിട്ടുണ്ടേ. കൂടുതലൊന്നും കിട്ടിയില്ല, 4-5 കായ മാത്രം കിട്ടിയിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ തെങ്ങൊക്കെ കണ്ടോ കായ്ച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കൊല ഇളനീരൊക്കെ ഇട്ട് കുടിച്ച് നമുക്ക് തേങ്ങ നമുക്കിപ്പോൾ ഒരു 19 തേങ്ങ കിട്ടി. ഓക്കെ, തേങ്ങയായിട്ട്. മറ്റേ ഞങ്ങളെല്ലാം ഇപ്പോൾ ഇളനീരൊക്കെ ഇട്ട് കുടിച്ച് നിൽക്കുവാണേ. നമ്മുടെ കുറേ ഇങ്ങനെ തെങ്ങെല്ലാം കായ്ച്ചു. തെങ്ങിലെല്ലാം കായ